ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين സത്താവും പ്രപഞ്ച നാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യട്ടെ. രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരത്തിന്റെ രൂപമാണ്, ബാഹ്യമായ രൂപമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞത്. അതിൽ എന്തൊക്കെയാണ് നാം ചെയ്യുന്നത്? തക്ബീർ തുടങ്ങുന്നത് തന്നെ തക്ബീറിലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തഹ്ലീൽ, അല്ലാഹുവിനെ ഏകനാക്കുക എന്നത്, തസ്ബീഹ് അല്ലാഹുവിനെ പ്രകീർത്തിക്കുക എന്നത്, തഹ്മീദ് അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത്, ഇസ്തിഗ്ഫാർ പാപമോചനം തേടുക, ഇസ്തിആന റബ്ബിനോട് സഹായം തേടുക, ഇതെല്ലാം ചേർന്നതാണ് നമസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥനയായി ഇന്ന് പ്രായമുള്ളവരധികവും ചൊല്ലി വരുന്ന പ്രാർത്ഥന വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥനയാണ് സാധാരണ ആളുകൾ ചെയ്തു വരുന്നത്. സത്യത്തിൽ അത്തരം പ്രവാചകൻ നടത്തിയതായ റിപ്പോർട്ടുണ്ട്, പക്ഷെ അത് വലുതാണ്. നമ്മൾ വാന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ്. അതിലും കൂടുതൽ അത് ശക്തമായൊരു പ്രതിജ്ഞയാണ്. നമസ്കാരത്തിന്റെ ആരംഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് എന്നെ സൃഷ്ടിച്ച റബ്ബേ, നിന്നിലേക്ക് മാത്രമായിട്ട് ഞാൻ തിരിഞ്ഞിരിക്കുന്നു, ഈ കിബിലയിലേക്ക് തിരിഞ്ഞതല്ലട്ട, റബ്ബിലേക്ക് മാത്രം ഞാൻ കേന്ദ്രീകരിക്കുന്നു, മറ്റാരിലേക്കും എനിക്ക് തിരിയാനില്ല, ചോദിക്കാനില്ല, പറയാനില്ല
എൻ്റെ റബ്ബിലേക്ക് മാത്രമായി ഞാൻ തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഋജുമനസ്കനായി അള്ളാഹുവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനും അല്ല. ആദ്യം തന്നെ ക്ലിയറാക്കി പ്രതിജ്ഞ എടുത്തിട്ടാണ് റബ്ബിനോടുള്ള പ്രാർത്ഥന നമ്മൾ തുടങ്ങുന്നത്. ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ എന്തൊക്കെ പ്രാർത്ഥനകളുണ്ട് എന്നത് പറയാനല്ലത് പറഞ്ഞത്. അതിനേക്കാൾ സ്വഹീഹായി വന്ന പ്രാർത്ഥന ഇന്ന് നമ്മുടെ മദ്രസയിലെ കഥാ കുട്ടികൾ പഠിക്കുന്നു, വജ്ജത്തല്ല പഠിക്കുന്നു. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതൊരു ക്ലീനിങ് ആണ്. പാപരഹിതനായി തീർന്നുകൊണ്ട് റബ്ബിനോട് പരിപൂർണ ശുദ്ധി നേടിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥന ചെയ്യാനാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ, അല്ലാഹുവേ എന്റെയും എൻ്റെ പാപത്തിന്റെയും ഇടയിൽ നീ വിദൂരമാക്കണമേ. കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എങ്ങനെ നീ അകലത്തിലാക്കിയോ അതാണ് ഏറ്റവും വലിയ അകലട്ട. ഇതിനപ്പുറഞ്ഞൊരു അകലില്ല. നമ്മുടെ ഭൂമിയിലെ ഉദയ അസ്തമയം അല്ലത്. അപ്പോ ഏറ്റവും വിദൂരത്താണ് കിഴക്കും പടിഞ്ഞാറും. അതുപോലെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകലപ്പെടുത്തിയ പോലെ എന്റെ പാപങ്ങളിൽ നിന്നും നീ എന്നെ അകലപ്പെടുത്തണമേ. അതുപോലെ തന്നെ അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ തൗബുൽ അബിയദു മിനദ് ദനസി, അല്ലാഹുവേ എന്നെ നീ ശുദ്ധീകരിക്കണമേ. കമാ യുനഖ്ഖ തൗബുൽ അബിയദു, എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരിക്കണം. എങ്ങനെ? വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമോ അതുപോലെ റബ്ബേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമേ. എന്താണ് സഹോദരങ്ങളെ വെള്ള വസ്ത്രത്തിന്റെ പ്രത്യേകത? നമ്മൾ കളർ വസ്ത്രവും കഴുകാറില്ലേ, അഴുക്ക് പോകാറുണ്ട് അല്ലേ? കറുത്തതോ ചുവന്നതോ നീലൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ കഴുകിയാലും അഴുക്ക് പോവും. എന്തിനാണ് വെള്ള വസ്ത്രം പറഞ്ഞത്? വെള്ള വസ്ത്രത്തിൽ അഴുക്ക് നിന്നാൽ പെട്ടെന്ന് കാണാം, അത് ശുദ്ധീകരിച്ചാൽ പെട്ടെന്ന് ബോധ്യമാവും. അതുകൊണ്ട് വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. മൂന്നാമത്തത്, എൻ്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ കഴുകിയെടുക്കണമേ. ബിൽ മാഇ, വെള്ളം കൊണ്ടും, വസ്സൽജി, അതുപോലെ മഞ്ഞുകട്ട കൊണ്ടും, വൽബർദി, മഞ്ഞുവെള്ളം തന്നെ. മറ്റേ സൽജ് ആലിപ്പഴം എന്ന് പറയും, കട്ട. പരിപൂർണ ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് എല്ലാ അഴുക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ഇതാണ് ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി പ്രാരംഭ പ്രാർത്ഥനയായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥന. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ഈ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷമാണ് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹ. അത് കഴിഞ്ഞിട്ടേ ഏത് പ്രാർത്ഥനയും ഉള്ളൂ എന്ന് മാത്രമല്ല, നമസ്കാരത്തിന് പകരം പറയുന്ന വാക്കാണ് ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ഹദീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ ഫാത്തിഹ അതിന് ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ വരാൻ കാരണം ആ സൂറത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഫാത്തിഹത്തുൽ കിതാബ്, ഖുർആനാവുന്ന വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്ന അർത്ഥത്തിൽ. ഉമ്മുൽ കിതാബ്,
ഈ കിതാബിന്റെ മുഴുവൻ മാതാവാണ്. ഖുർആൻ മുഴുവന്റെയും മാതാവാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മാതാവ്. സബഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ. അസാസുൽ ഖുർആൻ, ഖുർആന്റെ തന്നെ അടിത്തറ. സൂറത്തു ദുആ, പ്രാർത്ഥനക്കുള്ള സൂറത്താണ് ഫാത്തിഹ. സൂറത്തു സ്വലാത്ത്, കണ്ടോ? സൂറത്തു സ്വലാത്ത്, നമസ്കാരത്തിന് വേണ്ടിയുള്ള സൂറത്ത്. സൂറത്തുൽ ഹംദ്, സ്തുതിക്കാനുള്ള സൂറത്ത്. ഇങ്ങനെ ധാരാളം നാമങ്ങളുണ്ട്. ഇതൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യമാണ്. നമുക്കറിയാം, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ പേരെടുത്ത് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് 4 എണ്ണമാണ്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, 4ാമത്തത് പരിശുദ്ധ ഖുർആൻ. ആദ്യത്തെ 3 എണ്ണത്തിന്റെയും നന്മകളെ ചേർത്തുകൊണ്ട് അതിലെ സംശയങ്ങൾ ഉണ്ടായ, ആ സമുദായങ്ങൾക്കുണ്ടായ സംശയങ്ങളെ തീർത്തുകൊണ്ട് പരിപൂർണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോ 4 വേദങ്ങളിലെയും ആശയത്തെ ഖുർആനിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചു. ഇനിയോ ഖുർആൻ മുഴുവൻ 30 ജുസുണ്ട്, 6000-ൽ ചില്ലാനം ആയത്തുകളുണ്ട്, 114 സൂറത്തുകളുണ്ട്. അതെല്ലാം ഒറ്റ സൂറത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതാണ് ഫാത്തിഹ. കണ്ട, അതാണ് ഫാത്തിഹ. അതുകൊണ്ടാണ് ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ വൈകിയെത്തിയ ഒരാൾ, സാധാരണ ആൾക്കാർക്ക് ഒരു സംശയമുള്ള വിഷയം. ചില പണ്ഡിതന്മാര് റുക്കൂ കിട്ടിയ റക്അത്ത് കിട്ടുന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളതാണ്. പക്ഷെ നമ്മൾ ചെയ്തത് റസൂൽ പറയണം, ഫാത്തിഹ അല്ലെങ്കിൽ നിസ്കാരമില്ല. അപ്പോൾ വൈകി വന്നിട്ട് ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പറ്റിയില്ലെങ്കിൽ റുക്കൂ കിട്ടി. എനിക്ക് മനസ്സിലായത് നിങ്ങളോട് പറയാം, അയാൾ റക്അത്ത് കൂടി നിസ്കരിക്കണം, ഫാത്തിഹ ഓതാൻ പറ്റുന്ന. പണ്ഡിതന്മാർ പറഞ്ഞിട്ടാ റുക്കൂ കിട്ടിയ റക്അത്ത് കിട്ടിയെന്ന്. ഫാത്തിഹ ഓതാതെ കിട്ടൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. പക്ഷെ നമുക്ക് നിർബന്ധ നിസ്കാരമല്ലേ, കളിതമാശല്ലല്ലോ, ഉറപ്പുവരുത്തണ്ടേ എനിക്ക് നിസ്കാരം കിട്ടിയെന്ന്. അതുകൊണ്ട് നിങ്ങൾ വൈകി വന്നിട്ട് ഫാത്തിഹ ഓതാൻ പറ്റാതെ റുക്കൂയിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഒരു റക്അത്ത് കൂടി നമസ്കരിക്കുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് നിങ്ങളോട് പങ്കുവച്ചതാണ്. അപ്പോ പരിശുദ്ധ ഖുർആന്റെ മുഴുവൻ ആശയങ്ങളെയും ഒറ്റ സൂറത്തിലായി അല്ലാഹു ഉൾക്കൊള്ളിച്ചു. ഈ ഹദീസ് നിങ്ങൾ കേൾക്കുക. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال ذهب بين رسول الله صلى الله عليه وسلم وعنده جبريل. ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കെ, ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിരിക്കെ, ഇത് മുകളിൽ ഒരു ഇടിയ, ഭയങ്കരമായൊരു ഇടി ശബ്ദം കേട്ടു. നക്കീർ എന്നൊക്കെ പറഞ്ഞാൽ ഇടിവെട്ടുന്ന ഇടിയല്ല. പഴയകാലത്ത് തറവാടുകളെ വാതില് തുറക്കുമ്പോൾ ഒരൊച്ചല്ലേ, പണ്ടത്തെ മരവാതില് തുറക്കുമ്പോൾ ഒരൊച്ച, അതുപോലെ തന്നെ നക്കീർ എന്ന് പറയും. ആ ശബ്ദം കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുകളിലേക്ക് നോക്കി. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ്സമാ. ആ ശബ്ദം കേട്ടില്ല റസൂലേ? ആകാശത്തിന്റെ ഒരു വാതിൽ തുറന്നതാണ്. മുകളിൽ കേട്ട ശബ്ദല്ലേ, ആകാശത്തിന്റെ ഒരു വാതിൽ തുറന്നതാണ്. മാ ഫുതിഹ ഖത്ത്, ഇതിനു മുമ്പ് ഒരിക്കലും ആ വാതിൽ തുറന്നിട്ടില്ല. ആദ്യമായി ആകാശത്തിന്റെ ആ വാതിൽ,
ആകാശത്തിന്റെ പരവാതിൽ ആവശ്യമനുസരിച്ച് തുറക്കും. അള്ളാന്റെ കൽപ്പന അനുസരിച്ച് മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ തുറന്ന വാതിൽ ഇതിനു മുമ്പ് തുറന്നിട്ടില്ല. കാല എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു മലക്കുൻ, ആ വാതിൽ തുറന്നൊരു മലക്ക് ഇറങ്ങി വന്നു. ആ മലക്ക് വന്നത് റസൂലുള്ളാഹിയുടെ അടുത്തേക്കാണ്. അവിടെ ജിബ്രീലുണ്ട്. വഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയോട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, നബിയെ രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക നിങ്ങൾ. ഈ രണ്ട് പ്രകാശം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ട് പ്രകാശം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. താങ്കൾക്ക് പ്രത്യേകം അല്ലാഹു നൽകിയ സമ്മാനമാണ് രണ്ട് പ്രകാശം. താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും അത് നൽകിയിട്ടില്ല. എത്രയോ നബിമാര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു നബിക്കും അല്ലാഹു ഈ സമ്മാനം നൽകിയിട്ടില്ല. താങ്കൾക്ക് മാത്രമായിട്ടുള്ള സമ്മാനമാണത്. അതെന്താ? ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ് ആ പ്രത്യേകം നബിക്കും നബിയുടെ ഉമ്മത്തിനും നൽകപ്പെട്ട പ്രത്യേക സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ. ഇത് ഈ സമുദായത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ പിന്തുടരുന്ന വിശ്വാസികൾക്ക് അല്ലാഹു പ്രത്യേകം സമ്മാനമായി അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. ആ രണ്ടിൽ നിന്ന് ഒരു ഹർഫ് ചൊല്ലുകയില്ല, ഇല്ല അള്ളാഹു നൽകാതെ. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അതിലെന്താണോ റബ്ബിനോട് നാം ആവശ്യപ്പെടുന്നത് അത് നൽകാതിരിക്കില്ല. ആമനർ റസൂൽ എന്താ ഉള്ളത് ആ ചോദ്യല്ലേ, അതും അള്ളാഹു നൽകാതിരിക്കില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നമസ്കാരത്തിലെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ച് നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഫാത്തിഹയെ കുറിച്ച് പണ്ടേ മനപ്പാടാക്കി ഒന്നു കൈകെട്ടി, നേരത്തെ പറഞ്ഞ പോലെ ഇമാമ് കൈകെട്ടി നമ്മളും കെട്ടി പലതൊക്കെ ഓതിപ്പോയി എന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം, ഒരു വികാരം നമുക്കുണ്ടായോ? എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഈ പ്രാർത്ഥന ഞാൻ നടത്തിയാൽ റബ്ബ് ഉത്തരം ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ അറിഞ്ഞു വേണം ഇത് ഓതാൻ. മനപ്പാട് ഓതിപ്പോയത്, മനപ്പാട് എങ്ങനെയെങ്കിലും ഓതിപ്പോകരുത്. ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയെങ്കിലും ഒന്ന് അറിയണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട ഫാത്തിഹ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാത്തിഹയാണ്. അതുപോലും അറിയാതെ പണ്ട് ചെറുപ്പത്തിൽ മനപ്പാടമാക്കിയത് അങ്ങനെ തന്നെ ആവർത്തിച്ചു പോവുക എന്നതല്ല നമസ്കാരം. ഓരോ സത്യവിശ്വാസിയുടെ ഹൃദയം ഇടിക്കണം. വൈകാരികമായൊരു തലത്തിലേക്ക് റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ റബ്ബിന്റെ മുന്നിലേക്കാണ് എന്റെ അപേക്ഷ ഞാൻ സമർപ്പിക്കുന്നത്. ബോധപൂർവം തന്നെയായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന, ഫാത്തിഹ കൊണ്ടുണ്ടാകുന്ന, നമസ്കാരം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മിലുള്ളത്. നിസ്കരിക്കാനേ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ ചെറുപ്പത്തിൽ പോയ മദ്രസയിലും ഒത്തുപള്ളിയിലും ഇപ്പൊ പോകുന്ന മദ്രസയിലും നിസ്കരിക്കാനൊക്കെ പഠിപ്പിക്കുന്നു, ചെല്ലേണ്ടതൊക്കെ പഠിപ്പിക്കും. എന്താണെന്ന് അറിഞ്ഞു പറയാൻ, എൻ്റെ റബ്ബിനോട് പറയാൻ കിട്ടുന്ന അപൂർവ നിമിഷം. ഇനി ഞാൻ പീടികയിലേക്കാ പോണത്, കൃഷി സ്ഥലക്കാ പോണത്, വീട്ടിലേക്കാ പോണത്, വേറെ ജോലിക്കാ പോണത്, വേറൊരു കൂലിപ്പണിക്കാൻ ഞാൻ പോകുന്നത്.
ഇപ്പൊ ഈ കിട്ടിയ നിമിഷം എൻ്റെ റബ്ബുമായി ഉള്ള അഭിമുഖത്തിനുള്ള അവസരമാണ്. ആ അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അറിയണം, എല്ലാം അറിയാം. 100 വഴിയുണ്ട്. മൊബൈലിൽ തന്നെ അർത്ഥമുണ്ട്. എല്ലാത്തിൻ്റെ അർത്ഥം മൊബൈലുണ്ട്, ഖുർആൻ പരിഭാഷ ഉണ്ട്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ശ്രമിച്ചിട്ട് ഏതെങ്കിലും നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അർത്ഥം അറിയുന്നില്ലെങ്കിൽ അത് പഠിച്ച് ബോധപൂർവം ഭക്തിപൂർവം ചെയ്യണം. എങ്കിൽ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. നരകത്തിൽ നിന്ന് മോചനത്തിനുള്ള ഒന്നാമത്തെ വിഷയത. നരകക്കാരോട് സ്വർഗക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ പറയുന്നുണ്ട്. മാ സലക്കക്കും ഫീ സഖർ, ഈ ഗുരുതരമായ കത്തിക്കാളുന്ന നരകത്തിൽ നിങ്ങൾ വീഴാൻ കാരണമെന്ത്? സ്വർഗവാസികൾ നരകവാസികൾ അവര് പടയാ നരകത്തില്, ഇവര് സന്തോഷിക്കുക സ്വർഗത്തില്. ആ സ്വർഗവാസികൾ നരകവാസികളോട് വർത്താനം പറയുന്ന അല്ലാഹു പറയാ, ഖുർആനിലുള്ള അവര് പറയുന്ന ഒന്നാമത്തെ കാര്യം ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും പേരമക്കളും വീട്ടിലുള്ളവരും സ്ത്രീകളും എല്ലാവരും നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളും നമ്മിൽ ഉണ്ടാവരുത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് എന്താണ് തൊട്ടു മുമ്പ്? അറിഞ്ഞ് ഫാത്തിഹ ഓതണമെന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിലെ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞ വർത്താനം കേട്ടാൽ കൂടുതൽ നമുക്കത് ബോധ്യം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞതായി റസൂൽ പറയാം. ഹദീസാണ്, ആയത്തല്ല. അല്ലാഹു പറഞ്ഞതായി റസൂലും നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്താ പറഞ്ഞത്? ഞാൻ നമസ്കാരത്തെ രണ്ട് പങ്കായി ഭാഗിച്ചിരിക്കുന്നു. അള്ളാഹ് പറയണേ. അതിന് ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് പറഞ്ഞു തരുന്ന കാര്യം. നമസ്കാരത്തെ ഞാൻ 2 പങ്കായി ഭാഗിച്ചിരിക്കുന്നു. അതിന്റെ പകുതി എനിക്കാണ്. അള്ളാഹ് പറയാം, നിസ്കാരത്തിന്റെ പകുതി എനിക്കാണ്. പകുതി എന്റെ ദാസന്, നിസ്കരിക്കുന്ന ആൾക്കാർ. ഞങ്ങൾ പങ്കുവെച്ചിരിക്കുക നിസ്കാരത്തെ. എന്നിട്ട് ഫാത്തിഹനെ പങ്കുവെച്ചത് ഇവരോട് പറയണത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമസ്കാരം എന്നതിന് പകരം വാക്കായി സൂറത്തുൽ ഫാത്തിഹ ഉപയോഗിക്കണമെങ്കിൽ എത്ര പ്രാധാന്യം ആ ഫാത്തിഹയ്ക്കുണ്ട്. നിസ്കാരത്തെ ആണ് പങ്കുവെച്ചു എന്നാ ഹദീസിൽ. എന്നിട്ട് പങ്കുവെച്ച വർത്താനം പറയുന്നത് ഫാത്തിഹയെ കുറിച്ചാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ലി അബ്ദി മാ സഅല, എന്റെ ദാസൻ എന്നോട് എന്ത് ചോദിച്ചോ അത് ദാസനുണ്ട്. ആ ഫാത്തിഹയിലൂടെ എന്താണോ എന്നോട് എന്റെ ദാസൻ ആവശ്യപ്പെട്ടത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടാ, അതുകൊണ്ടാണ് ഇമാമിനെ അതുകൊണ്ട് കേൾക്കണുള്ളൂ. അഊദു ബിസ്മി പതുക്കെ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ഫാത്തിഹ കേൾക്കുള്ളൂ മാമൂലുകൾ. അതിൻ്റെ അർത്ഥം അഊദും ബിസ്മി ഓതുന്നില്ല എന്നാണോ?
അങ്ങനൊക്കെ പ്രചരിപ്പിക്കും, കള്ളൊക്കെ പ്രചരിപ്പിക്കും. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ബിസ്മില്ലാത്തവരാണ്, അഴുതില്ലാത്തവരാണ് എന്നൊക്കെ ഇങ്ങനെ കേൾക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ പാലിക്കുന്നു എന്ന് മാത്രം. റസൂലുള്ള ഉറക്കം ഓതിയിരുന്നില്ല, അഴുത് ബിസ്മി അൽഹംദു ഒക്കെ ഉറക്കം ഓതിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ ചെയ്യുന്നത്. അപ്പോ ദാസൻ, എന്റെ ദാസൻ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ യഖൂലുല്ലാഹ്, അതിനു മുകളിൽ നിന്ന് അല്ലാഹു ഉത്തരം ചെയ്യുന്നു, ഹമിദനി അബ്ദി, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അല്ലാഹു സന്തോഷത്തോടെ പറയാണ്. വെറും ഭർത്താനായിട്ട് പറയരുതെന്ന്. നമുക്ക് സ്തുതിക്കണ അറിയില്ല, തസ്ബീഹ് അറിയില്ല, ഒന്നും അറിയുന്നില്ല, എന്തൊക്കെ മനപ്പാഠം പഠിച്ചുകൊണ്ട് ചെല്ലിപ്പോവുകയാണ്. അങ്ങനല്ലാന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എന്റെ ദാസൻ പറയുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറയുന്നു, ഹമിദനി അബ്ദി, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. എന്നിട്ടോ യഖൂലു അബ്ദി, എന്റെ ദാസൻ പറയുന്നു, അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം എന്ന് എന്റെ ദാസൻ പറയുമ്പോൾ അല്ലാഹു പ്രതികരിക്കുന്നു. അതിന് മറുപടി അസ്ന അലയ്യ അബ്ദി, എന്റെ ദാസൻ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ മജ്ജദനി അബ്ദി എന്ന് അല്ലാഹു പറയും. അതിന് മറുപടി എന്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട് സഹോദരങ്ങളെ, സഹാബിമാര് അതുകൊണ്ട് നിർത്തിയാണ് ഫാത്തിഹ ഓതിയിരുന്നത്. ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതുന്നവരുണ്ട്. അള്ളാന്റെ മറുപടി കഴിഞ്ഞിട്ട് അടുത്ത് പറയുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞേ അള്ളാടെ മറുപടി ഇല്ലേ, അത് കഴിഞ്ഞിട്ട് അർ-റഹ്മാൻ റഹീം, അതിന്റെ മറുപടി കഴിഞ്ഞിട്ട് മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ നിർത്തിയാണ് ഇവർ ചൊല്ലിയിരുന്നത് എന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. വയഖൂലുൽ അബ്ദു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, എന്റെ ദാസൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നത് ആദിഹി ബൈനി വബൈന അബ്ദി, അത് എന്റെ ദാസന്റെ ഇടയിലുള്ള കരാറാണ്. എന്ത് കരാറ് അറിഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞത്? എന്ത് കരാറാണ് നമ്മൾ തമ്മിലുള്ളത്? അല്ലാഹു പറയുന്നു, പറഞ്ഞതില്ലേ അത് ഞാനും എന്റെ ദാസനും തമ്മിലുള്ള കരാറാണ്. റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായത്തേക്ക് നടത്തൂ, ഒന്നിനോട് ഒരു ശക്തിയോട് ഞങ്ങൾ ചോദിക്കില്ല. അല്ലാത്തൊരു ശക്തിയോടും ഒരു സഹായം ഞങ്ങൾ ചോദിക്കില്ല. മരിച്ചുപോയവരോട് ചോദിക്കില്ല, അമ്പിയാക്കളോട് ഔലിയാക്കളോടോ ചോദിക്കില്ല, മലക്കളോട് ചോദിക്കില്ല, ജിന്നുകളോട് ചോദിക്കില്ല, നിന്നോട് മാത്രം. അത് ഞാൻ എന്റെ അടിമ തമ്മിലുള്ള വിഷയമാണ്. അല്ലാഹു മറുപടി പറയാം. വയഖൂലുൽ അബ്ദു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇത് പറയുമ്പോ അല്ലാഹു പറയുന്നത് എന്താണ് എന്റെ ദാസൻ ചോദിച്ചത്? അത് മുഴുവൻ ഞാൻ ദാസനിതാ നൽകിയിരിക്കുന്നു. നേരായ വഴിക്ക് റബ്ബേ നീ ഞങ്ങളെ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിറാത്തുൽ മുസ്തഖീം റബ്ബേ നീ അനുഗ്രഹിച്ചവരില്ലേ, അവരുടെ മാർഗമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയവരായുടെ വഴിയല്ല റബ്ബേ. ശിർക്കും കുഫ്റും കാരണമായി നിന്റെ കോപത്തിന് പാത്രമായ ഔലിയാക്കളെ വിളിച്ച് ജാറത്തിലേക്ക് പോയിരുന്ന നിന്റെ കോപശാപേറ്റ് വാങ്ങിയ ആൾക്കാരില്ലേ, ആ മാർഗമല്ല ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ. നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നീ അനുഗ്രഹിച്ച നിന്റെ അമ്പിയാക്കൾ, നിന്റെ ഔലിയാക്കൾ, ആ മാർഗമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അല്ലാഹു പറയുന്നു,
ഈ ചോദിച്ചതൊക്കെയും എൻ്റെ ദാസന് ഞാൻ കൊടുക്കും. വലിയ മസാല അവൻ എന്താണോ ചോദിച്ചത് അത് കൊടുക്കും. ഇപ്പൊ മനസ്സിലായി, ഹൃദയത്തിൽ തട്ടിയാണ് ഇത് പറയേണ്ടത്. മനപ്പാടം സങ്കല്പത്തിൽ ഇങ്ങനെ ഓർമ്മില്ലാതെ എന്തോ ചെല്ലിപ്പോകുന്ന നിസ്കാരമല്ല വേണ്ടത്. അറിഞ്ഞ് ബോധപൂർവം നമ്മുടെ ഹൃദയത്തിന് പങ്കില്ലാത്ത ശരീരവും ഹൃദയവും മനസ്സും ഒന്നിച്ച് ആ പ്രാർത്ഥനയിൽ സമ്മേളിക്കുകയാണ്. എങ്ങനെ? റസൂൽ പറഞ്ഞില്ലേ, നീ നിന്റെ റബ്ബിനെ കാണുന്ന പോലെ, നിന്റെ റബ്ബിനെ കാണുന്ന പോലെ നീ നിസ്കരിക്കണം. പൈലത്തക്കും തറാക്ക, നിനക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? പൈനറാക്ക, റബ്ബ് നിന്നെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാണാതെ എൻ്റെ റബ്ബെന്നെ കാണുന്നു എന്ന പോലെ റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധി നേടിക്കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു സമ്മാനം കാത്തുവെച്ചിട്ടുണ്ട്. അവർക്കൊരു സമ്മാനം കാത്തുവെച്ചിട്ടുണ്ട്. നാളെ റബ്ബിനെ നേരെ കാണാൻ പരലോകത്ത് വെച്ച്, സ്വർഗത്തിൽ വെച്ച് മാത്രം. ദുനിയാവിൽ നിന്റെ കണ്ണിന് അതിനുള്ള കഴിവില്ല, ശക്തിയില്ല. കാണാതെ വിശ്വസിക്കുകയും ആ റബ്ബന്റെ മുന്നിലാണ്, ആ റബ്ബനെ കാണുന്നു എന്ന വിശ്വാസത്തിലാണ് നമസ്കരിക്കുന്നത്. സഹാബത്ത് അമ്പരെന്ന് റസൂൽ പറഞ്ഞപ്പോ നിങ്ങൾ റബ്ബിനെ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവരെടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് റബ്ബിനെ കാണാൻ പറ്റുമോ നബിയെ? നിശ്ചയമായും കാർമേഘങ്ങളില്ലാത്ത ദിവസം, പൗർണമി നാളിൽ, ചന്ദ്രൻ പരിപൂർണ വലിപ്പം വെക്കുന്ന ദിവസം ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ? ഇല്ല നബിയെ, ഇല്ല നബിയെ. എങ്കിൽ അതിനേക്കാൾ കൃത്യമായി റബ്ബിനെ നിങ്ങൾ കാണും. ആ സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. റബ്ബിനെ കാണല്ലേ? ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, കണ്ണൂടല്ലേ വിശ്വസിച്ചിരിക്കുന്നത്. അവൻ ഏകനാണെന്ന് പ്രഖ്യാപിച്ചതും റബ്ബിനെ കാണാതെയല്ലേ? 5 നേരം വന്നിട്ട് വീണ്ടും വീണ്ടും അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് അവനെ കാണാതെയല്ലേ? അവൻ നമ്മളെ കാണുന്നു. അവർക്ക് വേണ്ടി റബ്ബ് ഒരു സമ്മാനം എന്ന്, സ്വർഗത്തിലെ പാനീയങ്ങൾ, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാവുന്ന എല്ലാം സ്വർഗത്തിലുണ്ട്. എന്നാൽ അതിനേക്കാൾ സന്തോഷമായിരിക്കും റബ്ബിനെ നേർക്ക് നേരെ കാണാൻ കഴിയുന്നത്. അതിന് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് വന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള നാളുകളിൽ ആ നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ച് പരിപൂർണ പ്രതിഫലം നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.